സാധാരണ തണുപ്പും മഞ്ഞും കൂടുതലാണെങ്കിലും ഇടുക്കി ജില്ലയുടെ അതിർത്തി മേഖലയായ കമ്പംമെട്ട് പ്രദേശത്ത് ഇതാദ്യമായിട്ടാണ് ഇത്ര കട്ടിയുള്ള കോടമഞ്ഞ് മൂടുന്നത്. എതിരെ വരുന്ന വാഹനങ്ങൾ പോലും അടുത്തെത്തിയാൽ മാത്രമേ കാണാൻ കഴിയൂ. വനമേഖലകളിൽ മഞ്ഞുമൂടി മരങ്ങൾ നിഴൽ ചിത്രങ്ങൾ പോലെ തോന്നിപ്പോകും. കമ്പംമെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള യാത്രയും പറഞ്ഞറിയിക്കാനാകാത്ത വിധം ആസ്വാദ്യകരം. രണ്ടു ദിവസത്തെ ശക്തമായ മഴയ്ക്ക് ശേഷം അതിഭയങ്കരമായ ഒരു മഞ്ഞാണ് ഇന്നിപ്പോൾ കമ്പംമെട്ടും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്നത്. വർഷങ്ങൾ കൂടിയാന്ന് തോന്നുന്നു ഇതുപോലത്തെ ഇത്രയും നല്ലൊരു കാലാവസ്ഥ 2 ദിവസമായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും. വളരെയധികം സഞ്ചാരികൾ ഇന്ന് ഇവിടെ വരികയും ഈ കമ്പംമെട്ടിൻ്റെ പരിസര പ്രദേശങ്ങളിലെയും ഈ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി, ഈ മഞ്ഞ് കാണുന്നതിന് വേണ്ടി മാത്രം ഇതിലെ പോകുന്ന അയ്യപ്പന്മാരുടെ വണ്ടികളെല്ലാം തന്നെ ഇവിടെ നിർത്തി ഇത് ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. തമിഴ്നാട്ടിലോട്ട് പോകുന്ന വണ്ടികളാണെങ്കിൽ പോലും തമിഴ്നാടും അങ്ങോട്ട് ഇറങ്ങുന്ന കമ്പംമെട്ട് തൊട്ട് കമ്പം വരെയുള്ള വനപ്രദേശങ്ങളിലെല്ലാം ഒന്നും കാണാൻ വയ്യാത്ത വിധം ഏതാണ്ട് ഒരു കാശ്മീരിൽ ചെന്ന അതേ ഒരു പ്രതീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ ഇന്നിപ്പം നിൽക്കുന്നത്. വളരെ ആളുകൾ ഭയങ്കരമായിട്ട് ഇന്ന് എൻജോയ് ചെയ്യുകയാണ്. ഒത്തിരി നാൾ കൂടിയാണ് കമ്പംമെട്ടിൽ ഇങ്ങനെ ഒരു നല്ലൊരു കാലാവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. കാഴ്ച മനോഹരമാണെങ്കിലും അടുത്തു നിൽക്കുന്ന ആളെ പോലും കാണാൻ കഴിയാത്ത ഈ മഞ്ഞ് അപകടകരവുമാണ്. കുത്തിറക്കവും വളവുകളും ഏറെയുള്ള കമ്പംമെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള യാത്ര വളരെ സൂക്ഷിച്ചു വേണം. വേഗത കുറച്ചും അതീവ ശ്രദ്ധയോടെയുമായിരിക്കണം ഡ്രൈവിംഗ്. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.